ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിച്ച ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും ഒരു കയ്യും കണക്കുമില്ല. അപ്പം അതുകൊണ്ട് ഈ കോൺട്രാക്ടറെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. മാർച്ച് 31 കൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും 2025 ഡിസംബറിൽ സമ്പൂർണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പുലാമന്തോൾ മേലാറ്റൂർ സംസ്ഥാന പാതയുടെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ KMC കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനമായത്. പുതിയ കരാർ കമ്പനി പ്രവൃത്തി ഏറ്റെടുത്താൽ 2025 ഡിസംബർ മാസത്തോടു കൂടി റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് നജീബ് കാന്തപുരം MLA അറിയിച്ചു. തകർന്ന് ഗതാഗതം ദുഷ്കരമായ സംസ്ഥാന പാതയിലെ പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗം നവംബർ 20-നകം ഗതാഗത യോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും സമരസമിതിയുടെയും സംയുക്ത യോഗം കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ കരാർ കമ്പനിക്ക് നിർദ്ദേശം നൽകിയ ദിവസം കഴിഞ്ഞ് 1 മാസത്തോളമായിട്ടും റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കാത്ത സാഹചര്യത്തിലാണ് വീണ്ടും മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാനാണ് തീരുമാനം. ഹൈദരാബാദ് കേന്ദ്രമായുള്ള KMC എന്ന കരാർ കമ്പനിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത്. ഈ കമ്പനി ചെന്നൈയിലുള്ള KGK കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിക്ക് ഉപകരാർ നൽകിയതായിരുന്നു. കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച ഉണ്ടായതിനെ തുടർന്നാണ് കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. പരമാവധി ആളുകൾക്ക് ട്രാഫിക്കബിൾ ആവുന്ന സ്ഥലം തീരട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തന്നെ ആ യോഗത്തിൽ വളരെ കൃത്യതയോടെ MLA എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കോൺട്രാക്ടറെ വെച്ച് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. ആ വസ്തുത അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്വവും മന്ത്രിക്ക് നൽകിയ വാഗ്ദാനവും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം അന്തിമമായി എടുത്തിരിക്കുന്നത് ഈ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്ത കോൺട്രാക്ടറുടെ എല്ലാ ഉപകരണങ്ങളടക്കം ഈ റോഡിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും റോഡിൽ അദ്ദേഹം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ്. കാരണം ഇനി അയാൾ വീണ്ടും ജനങ്ങളെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ പുലാമന്തോൾ മുതൽ നമുക്ക് മേലാറ്റൂർ വരെയുള്ള ഈ ഒരു റീച്ച് എടുത്ത് പരിശോധിച്ചാൽ 4 കിലോമീറ്ററോളം ഏതാണ്ട് ട്രാഫിക്കബിളായ കുറച്ച് സ്ഥലങ്ങൾ കൂടി നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നതിലപ്പുറത്ത് ഇതിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കാൻ ഈ കോൺട്രാക്ടർക്ക് സാധിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യമുണ്ടായി. ഇന്ന് മന്ത്രിയുടെ ഓഫീസും ഇക്കാര്യത്തിൽ 100% ആ നിലപാടിലേക്ക് എത്തിച്ചേരുകയും നമ്മളിപ്പോൾ 3 തീരുമാനങ്ങളാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും എടുത്തിട്ടുള്ളത്. ഒന്ന്, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഈ റോഡിലെ 3 സ്ഥലങ്ങളാണുള്ളത്. 1 പുളിങ്കാവ്, 2 ചില്ലീസ് ജംഗ്ഷൻ, 3 മേലാറ്റൂരിലെ നമ്മുടെ റെയിൽവേ ഗേറ്റ് മുതൽ ഒലിപ്പുഴ വരെയുള്ള സ്ഥലം. ഇവിടെ ഒരു തരത്തിലും ആളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള വളരെ ബുദ്ധിമുട്ടേറിയ ദുർഘടമായൊരു സാഹചര്യമുള്ളത്. കരാർ കമ്പനി മന്ത്രിക്ക് നൽകിയ വാഗ്ദാനം പോലും പാലിക്കാൻ സാധിച്ചില്ലെന്നും മാർച്ച് 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കരാർ കമ്പനിക്ക് റോഡിന്റെ പ്രവൃത്തി കൈമാറണമെന്നാണ് യോഗത്തിൽ തീരുമാനമായതെന്നും MLA അറിയിച്ചു. കഴിഞ്ഞ നവംബർ 20 കൂടി തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് റോഡ് ട്രാഫിക്കബിൾ ആക്കി തീർക്കും എന്ന് പറഞ്ഞ വാക്ക് അവർക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഡിസംബറായി, ഡിസംബർ 20 ആകാൻ പോകുന്നു. 1 മാസം കഴിഞ്ഞിട്ടും ആ വാഗ്ദത്തം ഒന്നും പാലിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇനി അവരുമായിട്ടുള്ളൊരു കോംപ്രമൈസ് ചർച്ചയില്ല. അവരുമായിട്ടുള്ളത് പൂർണ്ണമായിട്ടും അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുകയാണ്. ഇനി എത്രയും വേഗം ഈ എസ്റ്റിമേറ്റിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് ഈ മാർച്ച് 31-നകം ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി പുതിയ കോൺട്രാക്ടർക്ക് റോഡ് കൈമാറാൻ കഴിയണം എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിലെടുത്ത പ്രധാനമായ ഒരു തീരുമാനം. പുതിയ കമ്പനി പ്രവൃത്തി ഏറ്റെടുത്താൽ 6 മാസത്തിനകം റോഡ് ഉദ്ഘാടനം ചെയ്യാൻ ഉതകുന്ന തരത്തിലാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം മറ്റുള്ള വികസനങ്ങൾ പോലും ജനങ്ങളിലേക്ക് എത്താത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. മന്ത്രിയുടെ നിർദ്ദേശം പോലും പാലിക്കാനാവാത്ത കരാർ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ആവശ്യപ്പെടുമെന്നും MLA കൂട്ടിച്ചേർത്തു.
എല്ലാം അശാസ്ത്രീയമായ നിർമ്മാണമാണ്. അപ്പോൾ ശരിക്കും ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാനും കൂടി സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കണം. ഇത് എത്രയും വേഗം KSTPയോട് ഇപ്പം ഞങ്ങൾ നിർദ്ദേശിച്ച കാര്യം, ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ 3 പോയിന്റുകളിൽ ഒരു മാസത്തിനകം പാച്ച് വർക്കും പ്രവൃത്തിയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ. അതിന് മാധ്യമങ്ങളും ഇടപെടണം, പൊതുജനങ്ങളും ഇടപെടണം, ജനപ്രതിനിധികളും ഇടപെടണം. കാരണം ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു റോഡ് ഒരു കാരണവശാലും നമുക്ക് ഒരു കുറ്റമറ്റ രീതിയിലാകണമെന്ന ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കണം. ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിച്ച ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും ഒരു കയ്യും കണക്കുമില്ല. അപ്പം അതുകൊണ്ട് ഈ കോൺട്രാക്ടറെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരാവശ്യം കൂടി മുന്നോട്ട് വെക്കുകയാണ്. മാർച്ച് 31 കൂടി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി കോൺട്രാക്ടർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 6 മാസം കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും 2025 ഡിസംബറിൽ സമ്പൂർണമായും ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കണമെന്നുമാണ് ഇന്നത്തെ യോഗത്തിലെടുത്തിട്ടുള്ള തീരുമാനം. ചാനൽ 10 പെരിന്തൽമണ്ണ, ACV ന്യൂസ് പെരിന്തൽമണ്ണ. സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ. ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ. ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി 4% മാത്രം. ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. ഈ ഓഫർ ഡിസംബർ 26 വരെ മാത്രം. ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.